കർമ്മങ്ങൾ മാർച്ച് മാസം 4-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. നമുക്ക് അറിവുള്ളതുപോലെ 9 ചൊവ്വാഴ്ചകളിൽ ഓരോ ചൊവ്വാഴ്ചയും പ്രത്യേകം നിയോഗം തിരഞ്ഞെടുത്ത് പുണ്യവാന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവം അണയുന്ന ഒരുക്ക ദിനങ്ങളാണ് നവനാൾ ചൊവ്വാചരണ തിരുക്കർമ്മ ദിനങ്ങൾ. പുണ്യവാന്റെ തിരുനാളിനൊരുക്കമായി അടുത്ത ചൊവ്വാഴ്ച മുതൽ നവനാൾ ചൊവ്വാചരണ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദേവാലയത്തിനകത്ത് ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച വിദ്യാർത്ഥികളായ മക്കൾ ദയവ് ചെയ്ത് ദേവാലയത്തിന് പുറത്തേക്ക് പോകുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വിദ്യാർത്ഥികളായ മക്കൾ ദയവ് ചെയ്ത് വലിയ ദേവാലയത്തിനകത്ത് നിൽക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദേവാലയത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളായ മക്കൾ വലിയ ദേവാലയത്തിന്റെ പ്രധാന കവാടം വഴി ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. മുതിർന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത് വിദ്യാർത്ഥികളായ മക്കൾക്ക് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. പുണ്യവാന്റെ നേർച്ച ഭക്ഷണം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം പാഴാക്കി കളയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേർച്ച ഭക്ഷണവുമായി ആരും ദേവാലയത്തിന്റെ വരാന്തകളിൽ വന്നിരുന്ന് ഭക്ഷിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. പുണ്യവാന്റെ നേർച്ച അപ്പം സ്റ്റേജിൽ നിന്നും വെഞ്ചിരിച്ച എണ്ണ സ്റ്റാളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദേവാലയത്തിനകത്ത് ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച വിദ്യാർത്ഥികളായ മക്കൾ ദയവ് ചെയ്ത് ദേവാലയത്തിന് പുറത്തേക്ക് പോകുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള വാതിലിലൂടെ ദയവ് ചെയ്ത് ആരും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദേവാലയത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളായ മക്കൾക്ക് വലിയ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് മുതിർന്നവരോട് ഓർമ്മിപ്പിക്കട്ടെ. പുണ്യവാന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 6:15 മണിക്കും 8 മണിക്കും 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും വൈകിട്ട് 5 മണിക്കും 6:30 ദിവ്യബലി നൊവേന ആരാധന നടത്തപ്പെടുന്നു. മാസത്തിന്റെ ആദ്യ ചൊവ്വാഴ്ചകളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. അതേ ദിനം രാവിലെ 10:30 തിരുക്കർമ്മത്തിൽ രോഗശാന്തി ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തപ്പെടുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും കൗൺസിലിങ്ങിനുള്ള സൗകര്യമുണ്ട്. രാവിലെ 9:30 മുതൽ 12:30 വരെയും ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുമാണ് കൗൺസിലിങ്ങിന് സൗകര്യമുണ്ടാവുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൗൺസിലിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർ പള്ളി ഓഫീസുമായി ബന്ധപ്പെടുക. പാതുവായിലെ അന്തോണീസ് പുണ്യവാന്റെ അഴുകാത്ത നാവിന്റെ ഭാഗം ഉൾപ്പെടെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ദേവാലയമാണ് പുണ്യവാന്റെ ഈ തീർത്ഥാടന കേന്ദ്രം. പാതുവായിലെ അന്തോണീസ് പുണ്യവാന്റെ അഴുകാത്ത നാവിന്റെ ഭാഗമാണ് വലിയ ദേവാലയത്തിൽ പരസ്യമണകത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭക്ത്യാദരപൂർവം തിരുശേഷിപ്പിനെ വണങ്ങി നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസപൂർവം നിങ്ങൾ പ്രാർത്ഥിക്കുക. ചെട്ടിക്കാട്